ഈ മനുഷ്യൻ എന്നും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമല്ലേ? യോഗ്യതയോടെ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിവസ്തുവിന് മാറ്റം സംഭവിക്കും. പക്ഷെ ഈ മാറ്റം എന്തുകൊണ്ടാണ് നമ്മളെ സംഭവിക്കാത്തത്? എന്താണ് ഈ യോഗ്യത? എന്തുകൊണ്ടാണ് ഈ യോഗ്യത നമുക്ക് ലഭിക്കാതെ പോകുന്നത്? പ്രശസ്ത സുവിശേഷകൻ ഫാദർ റോബർട്ട് ഗ്രാൻഡിസിന്റെ ഹീലിംഗ് ത്രൂ ദ മാസ് എന്ന പുസ്തകത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു: എൻ്റെ സ്നേഹത്തിൻ്റെ ദിവ്യശക്തിയാണ് കരുണ. സ്നേഹത്തിലെ കാണപ്പെടാത്ത കണ്ണിയാണ് കരുണ. കരുണ കാണിക്കാതെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. സ്നേഹിക്കുന്നില്ലെങ്കിൽ കരുണ കാണിക്കാനും നിങ്ങൾക്ക് ആവില്ല. പലരും കരുണയ്ക്കായി യാചിക്കുന്നു, എന്നാൽ അവർ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ആരെ സ്നേഹിക്കണമെന്ന് അവർ സ്വയം തീരുമാനമെടുക്കുന്നു. അവിടെയാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ക്ഷമിക്കുമ്പോഴാണ് സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അങ്ങനെ നിങ്ങളിൽ നിന്ന് എൻ്റെ ദിവ്യസ്നേഹം അത് അർഹിക്കുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവഹിക്കുവാൻ അനുവദിക്കുമ്പോൾ കരുണയും എന്നിൽ നിന്ന് പുറപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും കർണക്കടലിൽ ഒഴുകി നടക്കുന്ന സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ച് വെള്ളം ആഗിരണം ചെയ്യുന്നത് പോലെ കരുണ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാനുള്ള ശേഷി നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്താണ് വളർത്തിയെടുക്കേണ്ടത്? ക്ഷമിക്കുന്ന സ്നേഹം. ക്ഷമിക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭ്യമാകുന്നു, കരുണയാൽ നിറയപ്പെടുന്നു. അങ്ങനെ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കാൻ തയ്യാറാകുമ്പോൾ വെള്ളം കൊണ്ട് നിറയുന്നത് പോലെ നമ്മളും കരുണയാൽ നിറയപ്പെടുന്നു. നമ്മൾ ക്ഷമയും സ്നേഹവും പൂർണ്ണതയിലെത്തുമ്പോൾ ഈശോ നമുക്ക് നേരെ കൈകൾ നീട്ടി ഇങ്ങനെ പറയുന്നു: നീ എന്നിൽ നിന്ന് ക്ഷമയും പാപമോചനവും കരുണയും ആവോളം സ്വീകരിച്ചു കൊള്ളുക. ആ നിമിഷം കരുണക്കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഉണങ്ങിയ സ്പോഞ്ചിലേക്ക് കാരുണ്യം ഇരച്ചു കയറി അത് പൂർണ്ണമായും നിറയുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സിസ്റ്റർ മരിയയ്ക്ക് ഈശോ കൊടുത്ത വെളിപാട് നമുക്ക് കേട്ടു നോക്കാം. നേരത്തെ ഒരുക്കിയ ബലിവസ്തുക്കൾ എടുത്തു പിടിച്ച് ഞാൻ ദേവാലയ വാതിൽക്കലെത്തി. അകത്ത് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ വാതിൽക്കൽ ഈശോ എന്നെ കാത്തു നിൽക്കുന്നത് കണ്ടു. ശിരസ് കുനിച്ചു വണങ്ങാനും ഇത്രയും നേരം വാതിൽക്കൽ കാത്തു നിന്നതിന് നന്ദി പറയാനും ഈശോ എന്നോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈശോയെ എനിക്കൊരു ബലി അർപ്പിക്കാനുണ്ട് എന്ന് പറയാനും എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ബലിവസ്തുക്കൾ ഈശോയെ ഞാൻ കാണിച്ചു കൊടുത്തു. അകത്തേക്ക് കയറിയ ഉടനെ ഈശോ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. 2 ദൂതന്മാർ എൻ്റെ അരികിൽ വന്നു നിന്നു. അവർ എൻ്റെ പാദങ്ങളിൽ വെള്ളമൊഴിച്ചു. ഈശോ എൻ്റെ പാദങ്ങൾ കഴുകി അരയിൽ കെട്ടിയ തുണി കൊണ്ട് തുടച്ചു. കുനിഞ്ഞ് എൻ്റെ പാദങ്ങൾ ചുംബിച്ചു. മാമോദീസായിൽ ഈശോ എന്നെ കഴുകിയതാണെങ്കിലും അതിനുശേഷം ജീവിതയാത്രയിൽ ഞാൻ ധാരാളം നടന്നു. അതെല്ലാം ഈശോ കഴുകി വിശുദ്ധീകരിച്ചു. ഈശോ പറഞ്ഞു: ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് ഈ ബലിയിൽ പങ്കാളിയാകാൻ സാധിക്കുകയില്ല. നിന്റെ ഗുരുവും കർത്താവുമായ ഞാൻ നിന്റെ പാദങ്ങൾ കഴുകി ചുംബിച്ചെങ്കിൽ ഈ ദിവസം നീ കാണുന്ന ആരുടെ മുമ്പിലും കുനിയാനും എളിമപ്പെടാനും നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. സിഹിയോൻ ശാലയിലെ അന്ത്യത്താഴവിരുന്നിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിനു ശേഷമാണ് കാൽവരിയിലെ ബലിയർപ്പണം ആരംഭിച്ചത്. ഇങ്ങനെ എളിമയുടെ താഴത്തെ പടിയിൽ നിന്നാൽ മാത്രമേ ബലി പൂർണ്ണതയിൽ അർപ്പിക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം ബലി അർപ്പിക്കാൻ ദേവാലയത്തിന്റെ അകത്തേക്ക് കയറുന്ന വഴി ഈശോ
എന്നെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ബലിവസ്തുക്കൾ അവിടെ വെച്ച് തിരിച്ചുപോയി ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ക്ഷമിക്കുന്ന സ്നേഹമെന്നാൽ മറക്കുന്ന സ്നേഹമാണ്. ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്റെ പാപങ്ങൾ മറക്കുകയാണ്. ക്ഷമിക്കാനുള്ള വ്യക്തി ചെയ്ത എല്ലാ കാര്യങ്ങളും നീയും മറക്കണം. പിന്നീട് ഒരിക്കലും അത് ഓർമ്മയിൽ വരരുത്. അതിന് കൂടെയുള്ള കുമ്പസാരവും നമ്മെ പ്രാപ്തരാക്കും. ഇങ്ങനെ പൂർണ്ണമായും ക്ഷമിക്കാനുള്ള കൃപ ചൊരിയാൻ ഈശോയോട് നമുക്ക് യാചിക്കാം. നാഥന്റെ സ്നേഹം പൂർണ്ണതയിൽ നമ്മിലേക്ക് കടന്നു വരുന്നതിന് വിലങ്ങ് തടിയായി എന്തെങ്കിലും കാര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. നമ്മുടെ തന്നെ ബലഹീനതകൾ, പരാജയങ്ങൾ എല്ലാം നാഥന്റെ പക്കൽ തുറന്നു വയ്ക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ജീവിത പങ്കാളി, ബന്ധുക്കൾ, മക്കൾ, അയൽക്കാർ, പുരോഹിതർ, സന്യസ്തർ, ഡോക്ടേഴ്സ്, നഴ്സ്, വക്കീൽ, അധ്യാപകർ, അങ്ങനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ നിരവധി ആളുകളോട് ക്ഷമിക്കാനുണ്ടാകാം. ചിലരോട് വീണ്ടും വീണ്ടും ക്ഷമിക്കാനുണ്ടാകാം. ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം. നമ്മോടും നമ്മുടെ ശത്രുക്കളോടും ഒരുപോലെ കരുണ കാണിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നോട് എത്ര കരുണ കാണിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത്രയും തന്നെ അളവിൽ ശത്രുവിനോടും കരുണ കാണിക്കാൻ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നമ്മെ ഏറ്റവും അധികം വേദനിപ്പിച്ച വ്യക്തികളോട് ഇനിയും ക്ഷമിക്കാൻ ബാക്കിയുണ്ടാകാം. പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മേറുലിൻ്റെ ധ്യാനാനുഭവം കേൾക്കാം. തീവ്ര വേദനയാൽ പിടയുന്ന ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ഞാൻ നിൽക്കുകയായിരുന്നു. അവിടുന്ന് കുനിഞ്ഞ് എന്നെ നോക്കി ഇപ്രകാരം പറഞ്ഞു, നിന്നെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ച ഓരോ വ്യക്തിയെയും കുരിശിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരിക. സംശയത്തോടും തെല്ല് വൈമനസ്യത്തോടും ഞാൻ ഈശോയുടെ മുഖത്തേക്ക് നോക്കി. ഇത് കണ്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, അവരെ എൻ്റെ പക്കൽ കൊണ്ടുവരിക. നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ അവരോടും ക്ഷമിക്കുക. അപ്രകാരം ചെയ്യുവാൻ ഞാൻ ആരംഭിച്ചു. അനേകം വ്യക്തികളെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി, നീണ്ട ഘോഷയാത്ര പോലെ. ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ കൊണ്ടുവരുന്നതിന് ആഗ്രഹിച്ച വ്യക്തി വരുവാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ക്രൂശിതൻ്റെ നേർക്ക് നോക്കി ഞാൻ സഹായം യാചിച്ചു. ഉടനടി അവിടുന്ന് കുരിശിൽ നിന്നും താഴെ ഇറങ്ങി. തൻ്റെ വിരിച്ച കരങ്ങളുമായി ആ വ്യക്തിയുടെ നേരെ ഈശോ നടന്നെടുത്തു. അവൾ തൻ്റെ മുഷ്ടി ചുരുട്ടി നാഥൻ്റെ നെഞ്ചത്ത് ആഞ്ഞാഞ്ഞ് ഇടിക്കുവാൻ ആരംഭിച്ചു. ഇടി ശക്തമാകുന്നതനുസരിച്ച് നാഥൻ്റെ കരവലയം അവൾക്ക് ചുറ്റും കൂടുതൽ കൂടുതൽ മുറുകി തുടങ്ങി. അവസാനം അവൾക്ക് അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടതായി വന്നു. പിന്നീട് നാഥൻ ഒരു കരം അവളുടെ തോളിലും മറുകരം എൻ്റെ തോളിലും ഇട്ട് ഞങ്ങൾ ഇരുവരെയും കുരിശിൻ്റെ താഴേക്ക് ആനയിച്ചു. ഈശോയുടെ സൗഖ്യദായകമായ സ്നേഹം ഉള്ളിലൂടെ അരിച്ചിറങ്ങുന്നത് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പരിപൂർണ അനുരഞ്ജനം നടന്നു കഴിഞ്ഞപ്പോൾ നാഥൻ വീണ്ടും കുരിശിൽ കാണപ്പെട്ടു. വിശുദ്ധ കുർബാനയിലെ ബലിപീഠത്തിൽ നിന്ന് കരുണയും കൃപയും ഒഴുകുകയാണ്. ഈ കരുണയും കൃപയും സ്വീകരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മിൽ മാറ്റം സംഭവിക്കാത്തത്. എന്നാൽ അത് സ്വീകരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുന്നത് നല്ല കുമ്പസാരവും ക്ഷമിക്കുന്ന സ്നേഹവുമാണ്.